ഹലോ ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ ഞാനിന്ന് നല്ലൊരു അടിപൊളി ഡോണറ്റ് റെസിപ്പി ആയിട്ടോട്ട് വന്നിട്ടുള്ളത്. ഇതൊരു നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. പിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്ര സ്പോഞ്ചായിട്ടുള്ളതാണെന്ന്. പിന്നെ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിക്കുക. അതിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, ചൂട് കൂടി പോകാൻ പാടില്ല. ഇത് മൂന്നും മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് അരിപ്പ വെച്ച് കൊടുത്ത് 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അരിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡോണറ്റ് റെഡിയാക്കാനുള്ള പൗഡേഴ്സൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ഒരു തവണ അരിച്ചാൽ മതി, കൂടുതലായിട്ട് അരിക്കണമെന്നില്ല. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റാക്കി എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായാലും മതി, കാരണം ഇതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഈ ബട്ടർ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ആ പൗഡേഴ്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം, പക്ഷേ ഈസ്റ്റിൻ്റെ കാര്യം ആയതുകൊണ്ട് ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ മൈദയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈദ ഒരു നടുവിലൊരു ചെറിയൊരു കുഴിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് വൃത്തിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്നെങ്കിൽ ക്ലീൻ റാപ്പ് അല്ലെങ്കിൽ ഒരു നനഞ്ഞ ടവൽ ആയാലും മതി അടച്ച് വെച്ച് നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി ഇത് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് മൈദ മാത്രം വിതറിയതിന് ശേഷം അധികം തിന്നല്ല എന്നാൽ അധികം തിക്കല്ലാത്ത ഒരു സൈസിൽ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു മീഡിയം സൈസിലാട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്, അധികം തിന്നല്ല എന്നാൽ അധികം തിക്കുമല്ലാത്ത രീതിയിൽ. എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു ഡബ്ബയുടെ മൂടിയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കാം. അങ്ങനെ വലിയ റൗണ്ടിൽ ഞാൻ 6 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ഷീറ്റിൽ. പിന്നെ അതിന് ശേഷം ഞാൻ ചെറിയൊരു കുപ്പിയുടെ മൂടി വെച്ചിട്ടാണ് സെൻറ്ററത്തെ ഹോള് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫസ്റ്റത്തേത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ആ മാവ് തന്നെ വീണ്ടും പരത്തിയിട്ട് വീണ്ടും ഇങ്ങനെ ഹോള് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ അധികം ചൂട് കൂടണ്ട, മീഡിയം ചൂട് മതി. എന്നിട്ട് നമുക്ക് ഓരോ ഡോണറ്റ് വീതം അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഡോണറ്റ് വീതം കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇട്ട ഉടനെ തന്നെ ഒരു ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മറിച്ചിട്ട് കൊണ്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആയി പോകും. നമുക്കിത് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കാം കേട്ടോ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഡോണറ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ഗോൾഡൻ കളർ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണെന്ന്.
ഇനി ഡോണറ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങളെ കയ്യിൽ വൈറ്റ് കോമ്പൗണ്ട്, ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് മെൽറ്റാക്കിയതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് മുകളിൽ സ്പ്രിങ്കിൾസ്, ഷുഗർ ബോൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു ഡോണറ്റ് എടുത്തിട്ട് ആ മിൽക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുത്താൽ ഇതാ മുകളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോക്ലേറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ ബാക്കിയുള്ള ഡോണറ്റ്സും ചെയ്തെടുക്കുക. ഇനി അഥവാ ചോക്ലേറ്റ്സ് കയ്യിലില്ലെങ്കിൽ ഒന്നെങ്കിൽ ഷുഗർ മെൽറ്റാക്കി വെച്ചെടുക്കുക, അല്ലെങ്കിൽ ഷുഗർ പൗഡറും സിനമൺ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഇട്ടോ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തു, രണ്ടാമത് ഷുഗറും സിനമൺ പൗഡറും കൂടി ആക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്തത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഡോണറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് ഡോണറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് വലുതാക്കിയിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ച് തന്നെ കേട്ടോ. ഉള്ളിൽ കണ്ടില്ലേ നല്ല ഫ്ലഫി ആയിട്ടാണ്, നല്ല സ്പോഞ്ച് പോലെ ഇട്ടിരിക്കണത്, നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ കഴിക്കണതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.